ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ സാഗരറാണി എന്ന ക്രൂയിസ് വെസലിലേക്ക് നിങ്ങൾ നല്ലൊരു ഫസ്റ്റ് കാറ്റഗറി വരുന്ന IRS ക്ലാസ് സർട്ടിഫൈഡ് വെസലാണ്. ഇത് ബോട്ടല്ല, കപ്പലുമല്ല, എന്ന് നടക്കി നിൽക്കുന്ന കാറ്റഗറിയിലാണ് വരുന്നത് ക്രൂയിസ് വെസൽ. അപ്പോൾ ഇത് കംപ്ലീറ്റ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വെസലാണ്. ഇതൊക്കെ കംപ്ലീറ്റ് സ്റ്റീലാണ്. സാധാരണ ബോട്ടിൽ കയറിയിട്ടില്ലേ, ബോട്ടുകളുടെ അപ്പുറത്തേക്ക് നിർമ്മിക്കാനായിട്ട് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു മെറ്റീരിയൽ ഫൈബർ ആയിരിക്കും. നമ്മുടെ ഇത് സ്റ്റീലാണ്. നിങ്ങൾ കയറി വന്നപ്പോൾ താഴെ ഡൈനിങ് ടേബിളൊക്കെ ഇട്ടിരിക്കുന്ന ഒരു ഫ്ലോർ കണ്ടു അല്ലേ? അതിനടിയിലേക്കും വലിയൊരു ഫ്ലോർ കൂടിയുണ്ട്. 3 നിലകളിലായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. കപ്പൽ നിർമ്മാണശാലയായിട്ടുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് സാഗരറാണി നിർമ്മിച്ചിട്ടുള്ളത്. ഷിപ്പ്യാർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവിടെ ഒരു കാരണവശാലും ബോട്ടുകൾ നിർമ്മിക്കില്ല, കപ്പലുകൾ മാത്രം നിർമ്മിക്കുന്ന സ്ഥലമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഷിപ്പ്യാർഡിൽ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും ചെറിയ കപ്പലുകളൊന്നാണ് നമ്മളിപ്പോൾ ഇരിക്കുന്ന സാഗരറാണിയുടെ. 3 നിലകളായിട്ട് തീർത്തിരിക്കുന്ന, ഇപ്പോൾ ഏകദേശം 25 വർഷമായി സാഗരറാണിയുടെ നിർമ്മാണം പൂർത്തിയാക്കി ഇപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് വളരെ മനോഹരമായിട്ട് 19 വർഷമായിട്ട് കടൽ യാത്ര പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സിഗോങ് വെസൽ ഒന്നാണ് സാഗരറാണി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കയറി വന്നത് നമ്മൾ കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ മ്യൂസിക്കൽ വാക്ക് വേയിലൂടെയാണ് നിങ്ങൾ സാഗരറാണി കയറിയത്. ബാക്ക് സൈഡിൽ കാണുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം മാർഗ് എന്ന് പറയുന്ന 3 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന മ്യൂസിക്കൽ വാക്ക് വേ ആണ്. 3 പാലങ്ങൾ കൊണ്ടാണ് കണക്ട് ചെയ്യുന്നത്. ഒന്ന് കെട്ടുവെള്ളത്തിൻ്റെ ആകൃതിയിലുള്ളൊരു പാലം, പിന്നെ സെൻട്രലായിട്ട് മറൈൻ ഡ്രൈവ് ആയിട്ടില്ലേ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മറൈൻ ഡ്രൈവ് ആണത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയത് മുംബൈയിലും പിന്നെ ചീന വരയുടെ ആകൃതിയിലുള്ള മറ്റൊരു പാലം കൂടിയാണ്. മനോഹരമായിട്ടുള്ള 3 പാലങ്ങൾ കണക്ട് ചെയ്യുന്ന 3 കിലോമീറ്ററോളം നീണ്ടിയുള്ള മ്യൂസിക്കൽ വാക്ക് വേ ആണ്. ഇതിൻ്റെ പേര് ഡോക്ടർ APJ അബ്ദുൽ കലാം മാർഗ് എന്നാണ്. വായിച്ചാണോ പേര്? അതുപോലെ നമ്മുടെ സ്വന്തം കൊത്തലുണ്ടത്. അത് KSINസിലെ FTT ആണ്. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന FTT പ്ലാൻ ചെയ്യണം. ഇത് നമ്മൾ 30-ാം തീയതി വരുമ്പോൾ ക്ലോസ് ചെയ്യും. അടുത്ത 3 മാസം കഴിഞ്ഞിട്ടാണ് ഓപ്പൺ ആവുക. പിന്നെ FTT അതൊരു സിനിമ തിയേറ്റർ ലോഞ്ച്, ബാറും റെസ്റ്റോറൻറ്റ്, ബാങ്കറ്റ് പോലീസ് ഒരു ഓപ്പൺ സെൻ്ററിലാണ് വരുന്നത്. പിന്നെ ഗെയിമിംഗ് ചെയ്യാൻ വേണ്ടി വലിയൊരു പ്ലേ സ്റ്റേഷനാണ്. കടലിലേക്ക് ഒരുപാട് ദൂരം പോകുന്നതാണ് FTT. 5 മണിക്കൂർ നേരമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം നിങ്ങൾ പറഞ്ഞോ? പാട്ട് കുറേ തന്നെ പാട്ടാണോ? പാട്ടും ഡാൻസും എത്ര നേരം ഡാൻസ് ചെയ്യും? നമ്മളൊക്കെ കറക്റ്റ് നമ്മൾ ക്യാപ്റ്റൻ, നമ്മൾ സാധാരണ നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് സ്ഥലങ്ങളൊക്കെ പരിചയപ്പെട്ടാണ് പോകുന്നത്. പക്ഷേ നമുക്കതൊന്നും വേണ്ട അല്ലേ? ഇപ്പം സ്ഥലങ്ങളൊന്നും കാണാനൊന്നും പറ്റില്ല, കാരണം എന്ന് വെച്ചാൽ ഇരുട്ടാണല്ലോ, രാത്രിയാണല്ലോ. അപ്പോൾ നമുക്ക് നിങ്ങൾ കൂടുതൽ പാട്ട് പാടുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ? ഡാൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? തുള്ളാൻ പറ്റിയ ആൾക്കാർ എല്ലാവരും വൈബ് വേറെ ലെവലാണ്. നിങ്ങൾ ഒരുമിച്ച് കൂയിക്കുക നോക്കട്ടെ. ഉയരത്തിൽ പറക്ക് ചെറിയ കൂട്ടാലും താമര കണക്ക് ചോറ പോലെ നമ്മൾ ജീവിച്ച നമുക്ക് കഥന കഥയുമ്പം അറിയാത്ത കൂട്ടം പരലും കൂട്ടം കുട്ടിയെന്ന വിക്കറ്റിക്ക് ഇതുപോലെ പല വേണമെന്ന പുള്ളിക്ക് കയറിയിട്ട ജീവിതം ചെല്ലിട്ട് നല്ല മൂടി കെട്ടി ഉണ്ടാകുന്ന പറയുന്നതാ
വേണം അടുത്തൊരമ്പലം വേണം ആരും ചേർന്നൊരു കുലവും വേണം കുളിപ്പാനൽ കുളം വേണം കുളത്തിൽ ചെന്നാമല വേണം കുളിച്ചു ചെന്നകം തുക ചന്ദനം വേണം ആരായാൽ വേണം അടുത്തൊരമ്പലം വേണം ആരും ചേർന്നൊരു കുലവും വേണം എല്ലാവരും നീന്തുന്ന സെന്ററിലേക്ക് നിൽക്കാമോ? എല്ലാവരും നിൽക്കാമോ? വേറെ ആരും നിങ്ങൾക്ക് പറ്റുന്ന മോഡൽ 2 മോഡൽ ആൾക്കാരാണോ? കുറച്ച് പേര് സൈലന്റ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, കുറച്ച് പേര് അടിച്ചു പൊളിക്കാൻ കുറച്ചാൾ രസിക്കും. എല്ലാവർക്കും ചൂടായി വരുന്നേ ഉള്ളൂ. ചൂടായി വരുന്നല്ലോ. ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഫുഡ് കഴിക്കാറാവും. അത് കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിച്ച് വീട്ടിൽ പോകും. ഫുഡ് കഴിച്ചാൽ പിന്നെ നമുക്ക് ഫാസ്റ്റ് നമ്പറൊന്നും പോകില്ല കേട്ടോ. നമുക്ക് 9 കാലമാകുമ്പോൾ ഫുഡ് കഴിക്കണം. അപ്പോൾ അതിന് മുമ്പ് പ്രോഗ്രാംസ് നമുക്ക് തീർക്കണം. ഒരുപാട് സെഗ്മെന്റ് പോയിട്ട് ശരി, പാട്ടിലേക്ക് പോവാം.
കണ്ണുമുക്ക് രാധയപ്പോല ആദ്യത്തെ ഇരുപ്പെല്ലാം ഭൂമിയില വല്ലാർപാടം എന്ന് പറയുന്ന ഐലൻഡാണ്. ഇവിടെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലാണ് നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത്. ഇവിടെ DP വേൾഡ്, ദുബായ് പോർട്ട് വേൾഡ് എന്ന് പേരുള്ള വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ഏകദേശം 605 മീറ്റർ നീളമുള്ള ബർത്താണ്. ഇവിടെ കാണുന്ന സൂപ്പർ പോസ്റ്റ് പനാമാക്സ് എന്ന് പറയുന്ന ട്രെയിനുകൾ. ഇത് അതോ ചെന്നൈയിൽ കാണുന്ന അതേ ട്രെയിനുകൾ തന്നെ സൂപ്പർ പോസ്റ്റ് പനാമാക്സ് ട്രെയിനുകളാണ്. ഒരേ സമയം ഒരാളുടെ സഹായം കൊണ്ട് 1,00,000 കിലോഗ്രാം വരെ സിമ്പിളായിട്ട് ലിഫ്റ്റ് பண்ண முடியும் ട്രെയിനുകൾ. അതായത് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഒരു 800 കണ്ടെയ്നേഴ്സ് ക്യാരി ചെയ്യുന്ന കണ്ടെയ്നർ ക്യാരിയർ കൊണ്ട് 25,000 കണ്ടെയ്നേഴ്സ് ആയിട്ട് വരുന്ന മദർ ഷിപ്പുകൾ വരെ അടുക്കുന്ന ബർത്താണ്. എല്ലാവരും ഒരു സൈഡിലേക്ക് പോകാതെ രണ്ട് സൈഡിലും ബാലൻസ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഇത് ദുബായ് പോർട്ടും കൊച്ചിൻ പോർട്ടും കൂടി ഒന്നിച്ച് സംയുക്തമായിട്ട് നടത്തിവരുന്ന പ്രോജക്റ്റാണ്. 3,500 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. ഇത് ഒരു 30 വർഷത്തെ കോൺട്രാക്റ്റാണ്. കൂടുതൽ ഷെയർസ് ഉള്ളത് ദുബായ് പോർട്ടിന് കീഴിലാണ്. ചെറിയൊരു പണി കൊണ്ട് 6 മാസം ഇൻഡസ്ട്രി ഓട്ടോമേഷൻ റെയിൽവേൻ്റെ സിസ്റ്റം സിവിൽ ഇൻഡസ്ട്രി ഈ ട്രെയിൻ തൂക്കുമ്പോൾ തന്നെ അവൻ അറിയാൻ പറ്റും എത്ര വെയിറ്റ് ഉണ്ട്. ക്യാരി കപ്പാസിറ്റി ട്രെയിനിലുള്ളതാണ്. ട്രെയിനിലുണ്ട് ഇതിപ്പോൾ സാധനമല്ലേ അപ്പോൾ നമ്മുടെ മെലഡി പാട്ടുകൾ പാടാനുള്ള കൺഫർമേഷൻ മെലഡി ഉണ്ടാവും. കുറച്ച് നേരം നമ്മൾ സൈലൻ്റായിട്ട് ഇരിക്കാം, മെലഡി കേട്ട് ആസ്വദിച്ചിരിക്കാം. നിങ്ങളുടെ കൂടുതൽ പാട്ടുകാരെ കൊണ്ട് നമുക്ക് കാണാം. പാട്ട് പാടാം, മെലഡി സോങ്സ് പാടാം. വേണം വേണമെങ്കിൽ വേണം, ബക്സി വേണമെങ്കിൽ ബക്സി, ആട് വേണമെങ്കിൽ പാടാം. അപ്പുറത്ത് വേറെ ഷിപ്പുണ്ട്. അപ്പോൾ നമുക്ക് തമിഴ് മെലഡി കേട്ടാലോ? ഏത് ഭാഷയാണോ? മലയാളം വേണം, തമിഴ് വേണം, ഹിന്ദി വേണം, തെലുങ്ക് വേണം? മലയാളം തമിഴ് അല്ലേ? ശരി, അപ്പോൾ നമുക്ക് തമിഴ് ഒന്നും കേൾക്കാം. മതി. പോയി കഴിഞ്ഞാൽ JCB വലിയ സാധനം ഈ
സാധനം പൊക്കി നോക്കാൻ ഇത്ര ഉണ്ടാവും. ഈ ഉള്ളിലേക്ക് കാണാൻ പറ്റില്ല. ഈ ചെറിയൊരു എറുമ്പ് പോലെ ഉണ്ടാവും. ഈ ശബ്ദമാണ്. அது பக்கத்து சாய்ந்ததடி எந்தன் காதல் சொல்ல என் இதயம் கையில் வைத்தே நீ தாண்டி போன போது அது தலையில் விழுந்ததடி ചെമ്പക്കര എന്ന് പറയുന്ന സ്ഥലം, ആ സ്ഥലത്തിന്റെ പേര് ഒരു 3 പ്രാവശ്യം പറഞ്ഞു. ചെമ്പക്കര 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 പറഞ്ഞോ. ചെമ്പക്കര ചെമ്പക്കര ചെമ്പക്കര. നല്ലൊരു കൈ കൊടുത്ത്. ഇനി 5 പ്രാവശ്യം പറയണേ. പറയാൻ പോകുന്നത് ചെമ്പക്കര തങ്കപ്പൻ എന്നാണ്. ചെമ്പക്കര തങ്കപ്പൻ 5 പ്രാവശ്യം പറഞ്ഞോ. ചെമ്പക്കര തങ്കപ്പൻ ചെമ്പക്കര തങ്കപ്പൻ ചെമ്പക്കര തങ്കപ്പൻ ചെമ്പക്കര. കുറച്ചുകൂടി നിങ്ങൾ നീങ്ങുന്നത് ഒന്നുകൂടി പറഞ്ഞു. നിങ്ങൾ പറയാൻ ശ്രമിച്ചു നോക്കട്ടെ. ചെമ്പക്കര തങ്കപ്പൻ ചെമ്പക്കര ചെമ്പക്കൻ ചെമ്പക്കര തങ്കപ്പൻ ചെമ്പക്കര തങ്കപ്പൻ ചെമ്പക്കര തങ്കപ്പൻ ചെമ്പക്കര തങ്കപ്പൻ ചെമ്പക്കര തങ്കപ്പൻ ചെമ്പക്കര തങ്കപ്പൻ ചെങ്കപ്പര തങ്കപ്പൻ. അടുത്ത ആള്. അടുത്ത സാറേ വാ. അച്ഛൻ തേച്ച് സഞ്ചി, ചന്തയിൽ തേച്ച് സഞ്ചി. അച്ഛൻ തേച്ച് സഞ്ചി, ചന്തയിൽ തേച്ച് സഞ്ചി. അച്ഛൻ തേച്ച് സഞ്ചി, ചന്തയിൽ തേച്ച് സഞ്ചി. നല്ലൊരു കൈ കൊടുത്തേ. അവാർഡ് വേണം. ഓക്കെ, അവാർഡ് വേണം. വളരെ സ്ലോ ആയിട്ടാണ് ഓടുന്നത്. കുറച്ചുകൂടി സ്പീഡിൽ പറയാം. കുഴപ്പമില്ല. നമുക്ക് അടുത്ത ആൾ അവിടെ പറഞ്ഞിട്ട് വരാം. കേട്ടോ. ആന ആന അലറിലോട് അലറി പറഞ്ഞു. ആന അലറിലോട് അലറി. ഇതോട് പറഞ്ഞേ. ആന അലറിലോട് അലറി. ഓക്കെ, നമുക്ക് ചെറുപ്പം കൊടുക്കും. അരുത് കുതിര. എടാ, അരുത് കുതിര. ഒരു 5 പ്രാവശ്യം പറഞ്ഞു കേൾക്കാൻ കേൾക്കാനൊരു രസമല്ലേ? അരുത് കുതിര. കുതിര എടുത്ത കുതിര. അരുത് കുതിര. മുതിരരുത് കുതിര. സീരിയസ് ആയിട്ട് പറ. മുതിരരുത് കുതിര. മുതിര കുതിര ബോയ്സ്. Thank you.